വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂരിൽ കാപ്പ കേസ് പ്രതിയെ മർദ്ദിച്ചതായി ആരോപണം. വിയൂർ സ്വദേശി ശരത്തിനാണ് മർദ്ദനമേറ്റത്. കരുതൽ തടങ്കലിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് പ്രതിരോധിച്ചതോടെ മർദ്ദിച്ചെന്നാണ് ആരോപണം. പോലീസ് വന്ന് വണ്ടി നിർത്തിയിട്ട് എന്താ കാര്യം പോലും പറയാതെ ആക്രമിക്കുകയായിരുന്നു. വേറൊരു ശരത്ത് എന്ന് പറഞ്ഞ ആള് വേറെ ആർക്കുണ്ടെന്ന് പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിൽ അവർ വന്ന ആൾ മാറി ചെയ്തതാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ അവിടെ ഇരിക്കേണ്ടായിരുന്ന ചേട്ടൻ്റെ ഭാര്യയും തല്ലിയുണ്ട്. പിന്നെ കൂടെ ഉണ്ടാകുന്ന കമ്മിറ്റിയിലെ പിള്ളേരിലേക്ക് തല്ലിയുണ്ട്. കാര്യങ്ങൾ അവർ തല്ലിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്താണ് ശരത്ത് പറയുന്നത്? എന്താണ് പോലീസിന്റെ വിശദീകരണം? വൈകിട്ട് 7 മണിയോടുകൂടി തൃശൂർ കുറ്റൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടെ ഉത്സവ പറമ്പിൽ വെച്ച് ഒരു സംഘർഷം ഉണ്ടായതായി പോലീസിന് വിവരം ലഭിക്കുന്നു. ശരത് എന്ന് പറയുന്ന പേരുള്ള ആളാണ് സംഘർഷം ഉണ്ടാക്കിയതെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ പോലീസ് ഈ ഉത്സവ പറമ്പിലേക്ക് അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ ചില ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റൂർ സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ മർദ്ദനമേറ്റ ശരത്തിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. കരുതൽ തടങ്കലിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നു. ഈ ശരത്ത് പ്രതിരോധിക്കുന്നു. തുടർന്ന് പോലീസ് ഇയാളെയും സുഹൃത്തുക്കളെയും മറ്റ് പരിചയക്കാരായ ആളുകളെയും 7 പേരെ മർദ്ദിച്ചു എന്നുള്ളതാണ് ശരത്ത് ഉന്നയിക്കുന്ന ആരോപണം. ഈ മർദ്ദിച്ച് പരിക്കേറ്റ ഇയാൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. വിയൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ 7 പേർ ചേർന്നാണ് തനിക്കെതിരെ മർദ്ദനം നടത്തിയതെന്ന് എന്നുള്ളതാണ് പരാതി. പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ശരത്ത് പറയുന്നു. വിയൂർ സ്റ്റേഷനുമായി നമ്മൾ ബന്ധപ്പെടുകയും ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നതായാണ് CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. ഏതായാലും പോലീസ് ആള് മാറി മർദ്ദനം നടത്തി എന്നുള്ളതാണ് ഇവരുടേതായിട്ടുള്ള ആരോപണം. ഈ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശരത്ത് നിരവധി കേസുകളിൽ പ്രതിയായി കാപ്പ ചുമത്തപ്പെട്ട ആളാണ്. കരുതൽ തടങ്കലിന്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചതെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം. സുജീഷ്. ശരി ലെവിൻ.